श्रीवासादि गौरभक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഭഗവത്ഗീത യഥാരൂപത്തിൽ 9ാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഭഗവാന്റെ നിർദ്ദേശമാണ്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേഷസി യുക്തൈവം ആത്മാനം മത്പരായണ. ഭഗവാന്റെ ഭക്തനാവുക, മനസ്സിലെപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ നമസ്കരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു പോന്നാൽ നമ്മൾക്ക് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് എത്താം എന്ന് ഭഗവാനോട് ഉറപ്പ് നൽകുകയാണ്. അപ്പൊ അതിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മന എന്നാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. മനസ്സിലെപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നതിനായിട്ട് ഭഗവാൻ നിർദ്ദേശിച്ചു. പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മൾക്ക് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, അല്ലെ? നമ്മൾ എപ്പോഴും ഭൗതികമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ മനസ്സ് ഭൗതികമാണ്. നമ്മൾ കാണുന്നതും നമ്മൾ കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള മനസ്സിനെ ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ സഹായിക്കുന്ന ഒരധ്യായമാണ് ഈ വിഭൂതി യോഗം എന്ന് പറഞ്ഞിട്ടുള്ള അധ്യായം. ഇതിന്റെ പ്രത്യേകത, നമ്മൾക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന വസ്തുക്കൾ, നമ്മൾക്ക് കൂടുതൽ പരിചയമുള്ള വസ്തുക്കൾ, വ്യക്തികൾ, ഇതിലൊക്കെ ഭഗവാന്റെ പ്രതിനിധി എങ്ങനെയാണ് ഇരിക്കുന്നത്, ഭഗവാന്റെ പ്രാതിനിധ്യം എങ്ങനെയാണുള്ളത് എന്നുള്ള കാര്യം ഈ വിഭൂതി യോഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ വിഭൂതി യോഗം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ 70-ലധികം വിഭൂതികളെ കുറിച്ച് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ആ വിഭൂതികളൊക്കെ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഭൗതിക ലോകത്തിൽ തന്നെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള വസ്തുക്കളിൽ തന്നെ ഭഗവാന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഭഗവാൻ പറയുന്നുണ്ട്, അശ്വത്ഥ സർവവൃക്ഷാണാം എന്ന് ഭഗവാൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ വൃക്ഷങ്ങളിൽ ഭഗവാൻ അശ്വത്ഥ വൃക്ഷമാണ് അല്ലെങ്കിൽ ആൽമരമാണ് എന്ന് പറയുന്നുണ്ട്. ആൽമരം കാണുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ ഓർക്കാൻ സാധിക്കും. ഇത് ഭഗവാന്റെ ഒരു വിഭൂതിയാണ്, ഭഗവാന്റെ പ്രത്യേക വ്യക്തിയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാൻ സാധിക്കും. ആൽമരം മാത്രമല്ല, ഏത് മരം കാണുന്ന സമയത്തും നമ്മൾക്ക് ഭഗവാന്റെ സാന്നിധ്യം ഓർമ്മിക്കാൻ സാധിക്കും. എങ്ങനെ എല്ലാ വിഭാഗങ്ങളിലും, എല്ലാ ജീവി വിഭാഗങ്ങളിലും ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെയാണുള്ളത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. മത്സ്യങ്ങളിൽ ഭഗവാൻ മകര മത്സ്യമാണെന്ന് പറയുന്നുണ്ട്, അല്ലെ? അതേപോലെ ഭഗവാൻ മൃഗങ്ങളിൽ മൃഗേന്ദ്രനാണ് എന്ന് പറയുന്നുണ്ട്, സിംഹമാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാന്റെ പ്രതിനിധികളുണ്ട്. ആ പ്രതിനിധികളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന വസ്തുക്കളിലൊക്കെ ഭഗവാന്റെ സാന്നിധ്യം നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നക്ഷത്രാണാം അഹം ശശി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഭഗവാൻ ചന്ദ്രനാണ് എന്ന് പറയുന്നു. അപ്പൊ നമ്മള് ദിവസവും പരിചയപ്പെടുന്ന വസ്തുക്കളിൽ ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴും നിരന്തരമായിട്ട് നമ്മൾക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും. അല്ലാതെ സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള മനസ്സുകൊണ്ട് ഭഗവാന്റെ അതീന്ദ്രിയ രൂപം കാണാൻ അത്ര എളുപ്പമല്ല. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ വിഭൂതി യോഗം പറഞ്ഞു തരുന്നത്. ഈ വിഭൂതി യോഗം ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ഓർക്കാനും ഈ വിഭൂതി യോഗം നമ്മളെ സഹായിക്കും. അത് ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഭക്തിയിലേക്ക് ചുവടെടുത്ത് വെക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒരു അധ്യായമാണ് വിഭൂതി യോഗം. അതുകൊണ്ടാണ് ഭക്തിയോഗം പറയുന്നതിന്റെ മുന്നേ ഭഗവാൻ ഈ വിഭൂതി യോഗം നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അർജുനന്റെ ചോദ്യം അത് തന്നെയാണ്. ഈ അധ്യായത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, കേഷു കേഷു ജപാവേഷു
ചിന്യോസി ഭഗവൻ മയ. എങ്ങനെയാണ് മുനിമാർ അങ്ങയെ എല്ലാ സമയത്തും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിലും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ അധ്യായത്തിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഭഗവാന്റെ എല്ലാ വിഭൂതികളെ കുറിച്ചും പറയുന്നില്ല. അർജുനൻ വിസ്തരിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത്. വിസ്തരിച്ച് അങ്ങയുടെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറയുന്നത്, വിസ്തരിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അവസാനം ഉണ്ടാവില്ല. വിഭൂതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാന്റെ വിഭൂതി തന്നെ അനന്തമാണ് എന്ന് പറയും. ചുരുക്കി അതിന്റെ സൂചന മാത്രമാണ് ഇവിടെ പറയുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ അദ്ദേഹത്തിന്റെ അവസാനത്തിൽ ഭഗവാന്റെ എല്ലാ വിഭൂതികളെയും ചുരുക്കി ഭഗവാൻ പറയുന്നുണ്ട്. അഥവാ ഭുവനേതേന കിം ജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹമിതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ വിഭൂതികളെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം അവസാനം ഭഗവാൻ പറയുന്നു, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് അവസാനമില്ല. ഭഗവാൻ ചുരുക്കി പറയാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്താണ് പറയുന്നത്? ഈ മുഴുവൻ ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതിക പ്രപഞ്ചമാണ്. ഈ മുഴുവൻ ഭൗതിക പ്രപഞ്ചവും നിലനിൽക്കുന്നത് ഭഗവാന്റെ ഒരു അംശശക്തി കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞു. ജഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രപഞ്ചങ്ങളും അടങ്ങുന്ന കോടാനുകോടി പ്രപഞ്ചങ്ങൾ മഹാവിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ പ്രപഞ്ചങ്ങളും അടങ്ങുന്ന ഈ മുഴുവൻ ജഗത്തും നിലനിൽക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു അംശശക്തിയിലാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഭഗവാന്റെ വിഭൂതി എന്ന് പറയുന്നത്. അല്ലെ, ഭഗവാന്റെ ശക്തി എത്രയാണെന്ന് നമുക്ക് ആ ഒരു ശ്ലോകം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ നമുക്ക് ഒരു ഏകദേശ ധാരണ കിട്ടും. ഭഗവാന്റെ ഒരു അംശശക്തിയിലാണ് ഈ മുഴുവൻ ജഗത്തും നിലനിൽക്കുന്നത്. ഏകാംശേന സ്ഥിതോ ജഗത് എന്നാണ് പറഞ്ഞത്. ആ ഏകാംശം എന്ന് പറയുന്നത് ആരാണ്? മഹാവിഷ്ണുവാണ്. അല്ല, മഹാവിഷ്ണു ഭഗവാന്റെ ഒരു അംശമാണ്. ആ ഒരു അംശത്താലാണ് ഈ മുഴുവൻ ജഗത്തും നിലനിൽക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഭഗവാന്റെ പൊസിഷനെ കുറിച്ച് ആണ് അവിടെ പറയുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്, ഭഗവാന്റെ ആ പൊസിഷൻ എന്താണ് എന്നുള്ള കാര്യമൊക്കെ ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വിഭൂതിയോഗം ഒന്നാമത്തെ ശ്ലോകം നമ്മൾക്ക് ഇന്ന് വായിക്കാം. 1-2 ശ്ലോകങ്ങൾ വായിക്കാം നമുക്ക്. ഒന്നാമത്തെ ശ്ലോകം ഭഗവാൻ തന്നെ പറയുന്നതാണ്. ശ്രീ ഭഗവാൻ ഉവാച ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമയ. കൂടുതൽ രഹസ്യമായിട്ടുള്ള കാര്യം പറഞ്ഞു തരാമെന്നാണ് പറയുന്നത്. ഇത് അർജുനൻ ചോദിച്ചതല്ല. അർജുനോടുള്ള സ്നേഹം കൊണ്ട് ഭക്തന്മാരോട് ഭഗവാന് വലുതായിട്ടുള്ള കാരുണ്യമുണ്ട്. ചില കാര്യങ്ങൾ ചോദിക്കാതെ തന്നെ ഭക്തന്മാർക്ക് ഭഗവാൻ അറിഞ്ഞ് നൽകുന്നതാണ്. ഇത് നിനക്ക് നല്ലതാണ്, വക്ഷ്യാമി ഹിതകാമ്യ, ഇത് നിന്റെ നന്മയ്ക്കാണ്, ഇത് ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ്, ഭഗവാനെ കുറിച്ചുള്ള ഉത്തമമായിട്ടുള്ള ജ്ഞാനമാണ്, അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഭൂയ ഏവ മഹാബാഹോ ശൃണുമേ പരമം വച യത്തേഹം പ്രിയമാണായ, നീ എനിക്ക് പ്രിയപ്പെട്ടവനായതുകൊണ്ടാണ്, നീ എൻ്റെ സുഹൃത്തായതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഉപദേശിക്കുന്നത് എന്ന് പറയുന്നു. ഈ ഭക്തിയോഗം, ഈ വിഭൂതിയോഗം നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഭഗവാന്റെ സുഹൃത്തായിരിക്കണം, ഭഗവാന് പ്രിയപ്പെട്ടവനായിരിക്കണം, ഭഗവാൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നവനായിരിക്കണം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ അനുകൂലമായി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാൻ അനുകൂലമായി പ്രവർത്തിക്കുന്നവർക്കാണ് ഈ വിഭൂതിയോഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് ശ്ലോകം നോക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിന്റെ വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 10 വിഭൂതി യോഗം. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവാ മഹാബാഹോ മേ പരമം വചഃ യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്തു, കൈക്കരുത്തുള്ള അർജുന, നീ എന്റെ സുഹൃത്തായതുകൊണ്ട് നിന്റെ നന്മയ്ക്കായി ഇനിയും ഞാൻ ജ്ഞാനം ഉപദേശിക്കാം, കേൾക്കൂ.
ഇത് ഞാൻ നേരത്തെ ഉപദേശിച്ചതിലും ഉത്തമമായ ജ്ഞാനമാണ്. ഭാവാർത്ഥം: ഭഗവാൻ എന്ന വാക്കിന് പരാശരമുനി നൽകുന്ന നിർവചനമാണിത്. ബലം, കീർത്തി, ധനം, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം എന്നീ വിഭൂതികൾ 6 തികഞ്ഞവൻ. കൃഷ്ണൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഈ 6 ഐശ്വര്യങ്ങളും പ്രദർശിപ്പിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹം പരാശരാദി ആത്മാക്കളാൽ ഭഗവാൻ എന്ന് അംഗീകരിക്കപ്പെട്ടത്. തന്റെ വിഭൂതികളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് അതിഗൂഢമായുള്ള വിവരങ്ങളാണ് ഇനി കൃഷ്ണൻ അർജുനന് ഉപദേശിക്കുന്നത്. 7-ാം അധ്യായം മുതൽക്ക് തന്റെ വിവിധ ശക്തികളുടെ പ്രവർത്തന രീതികളെ ഭഗവാൻ വിവരിച്ചുവല്ലോ. ഇനി പറയുന്നത് തന്റെ സവിശേഷ വിഭൂതികളെ പറ്റിയാണ്. ഭക്തിക്ക് ദൃഢവിശ്വാസത്തിന്റെ അടിത്തറയുറപ്പിക്കാൻ ഉതകം വിധം തന്റെ വിവിധ ശക്തികളെ കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ അധ്യായത്തിൽ വിസ്തരിച്ചു പറഞ്ഞു. എന്നിട്ട് വിഭൂതികളെയും ആവിർഭാവങ്ങളെയും കുറിച്ച് ഈ അധ്യായത്തിൽ അർജുനനോട് പറയുന്നു. ഒരാൾ ഭഗവാന്റെ സത്കഥകൾ എത്രയേറെ കേൾക്കുന്നുവോ അത്രമാത്രം ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കും. ഭക്തന്മാരോടൊപ്പം ഇരുന്ന് വേണം ഭഗവത് ചരിതങ്ങൾ കേൾക്കാൻ. അങ്ങനെ ചെയ്യുമ്പോൾ ഭക്തി സാധനയ്ക്ക് മാറ്റുകൂടുന്നു. കൃഷ്ണാവബോധം ലഭിക്കണമെന്ന് തികച്ചും ആകാംക്ഷയുള്ളവർ തമ്മിൽ മാത്രം പ്രഭാഷണ പാഠങ്ങൾ നടന്നാൽ മതി. മറ്റുള്ളവർക്ക് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളിൽ പങ്കെടുക്കാനാവില്ല. അർജുനൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാകയാലാണ് അയാളുടെ മേന്മയ്ക്കായി ഈ ഉപദേശങ്ങൾ നൽകുന്നതെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സ്വപ്ന മുതജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭക്തിയിൽ കൂടുതൽ നമ്മൾക്ക് വിശ്വാസമുണ്ടാകുന്നതിന്, ഭഗവാനിൽ കൂടുതൽ വിശ്വാസമുണ്ടാകുന്നതിന് ഈ വിഭൂതിയുഗം സഹായിക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെ കുറിച്ച് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ശ്രീലപ്രഭാതർ പറയുന്നത് പോലെ 7-ാമത്തെ അധ്യായം മുതൽ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഭഗവാന് വ്യത്യസ്തമായിട്ടുള്ള ശക്തികളുണ്ട്. ഭൗതികമായിട്ടുള്ള ശക്തിയുണ്ട്, ആത്മീയമായിട്ടുള്ള ശക്തിയുണ്ട്. മാത്രമല്ല ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഭൗതിക ലോകത്തിലെ ശക്തികളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അഗ്നിയിൽ ചൂടായിട്ടിരിക്കുന്നതും സൂര്യചന്ദ്രന്മാരിൽ പ്രകാശമായിട്ടിരിക്കുന്നതും ഭഗവാന്റെ ശക്തി തന്നെയാണ് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ഭൗതിക ശക്തി കൊണ്ടാണ് ഈ മുഴുവൻ പ്രപഞ്ചവും നിർമ്മിച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? ഭൂമിരാപ്പോ അനലോ വായു ഘം മനോബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയമ്മേ ഭിന്നാ പ്രകൃതി അഷ്ടത. അതേപോലെ ഭഗവാന്റെ ഉയർന്ന ശക്തിയെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപരേയമിതസ്തുന്യാം പ്രകൃതിം വിദ്യമേ പരാം ജീവഭൂതാം മഹാബാഹോ ഏതം ധാര്യതേ ജഗത്. അങ്ങനെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് പറഞ്ഞു. ഇനി ഭഗവാന്റെ വിഭൂതികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ ഭഗവാന്റെ നിറഞ്ഞു നിൽക്കുന്ന വിഭൂതികൾ അതെന്തൊക്കെയാണെന്ന് ഈ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ ഭക്തി ഭഗവാനിൽ ഉറച്ചു കിട്ടും എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മുടെ ഇപ്പോഴുള്ള മനസ്സ് ഭൗതികമായിട്ട് ചിന്തിക്കുന്ന മനസ്സാണ്. ആ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന മനസ്സിനെ കൊണ്ട് തന്നെ ആ ഭൗതിക വസ്തുക്കളിലെല്ലാം ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് ഈ വിഭൂതി യോഗം. ഇവിടെ ശ്രീലപ്രഭാതർ പറയുന്നുണ്ട്, ഒരാൾ ഭഗവാന്റെ സത്കഥകൾ എത്രയേറെ കേൾക്കുന്നു അത്രമാത്രം ഭക്തിയുത സേവനത്തിൽ ഉറച്ചു നിൽക്കും. ഇങ്ങനെയുള്ള വിഭൂതികളെ കുറിച്ചുള്ള ചർച്ചകൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് മാത്രം മനസ്സിലാകുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാനെ അനുകൂലിക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്നതാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പൊ ഭഗവാൻ തന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്, നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷിയ അഹം ആദിർഹി ദേവാന മഹർഷീണാം ച സർവശ. ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഋഷിമാർക്ക് പോലും അറിയുകയില്ല എന്നാണ് പറയുന്നത്. നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയ. സുരഗണ ദേവന്മാർക്കോ മഹർഷിമാർക്കോ ഒന്നും ഭഗവാനെ കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. വേദപഠനം കൊണ്ടോ ജ്ഞാനം കൊണ്ടോ തപസ് കൊണ്ടോ യജ്ഞം കൊണ്ടോ ഒന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല.
ഭഗവാന്റെ ആധികാരികമായിട്ടുള്ള ഭക്തന്മാരിൽ നിന്ന് മാത്രമാണ് നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് അറിയുന്നത് ആർക്ക് മാത്രമാണ്? ഭഗവാന് മാത്രമാണ്, അല്ലെ? ഭഗവാനിൽ നിന്ന് കേട്ടിട്ടുള്ള ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അല്ലാതെ സാധാരണ മഹർഷിമാർക്കോ ദേവന്മാർക്കോ പോലും ഭഗവാനെ കുറിച്ച് അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത ശ്ലോകത്തിൽ അത് ഭഗവാൻ പറയുന്നുണ്ട്. നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയ അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശ എന്ന് പറയും. അടുത്ത ശ്ലോകം കൂടി നമുക്ക് വായിക്കാം. ശ്ലോകം വിവർത്തനം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. സഞ്ജീവനി മാതാജി വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമേ വിദുസുരഗണ പ്രഭവം ന മഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. വിവർത്തനം ഭാവാർത്ഥം. ഭക്തിവേദാന്ത ശ്രീല പ്രഭുപാദ് കി ജയ്. എന്റെ ഉത്പത്തി, വിഭൂതി എന്നിവയെ പറ്റി ദേവന്മാർക്കോ ഋഷികൾക്കോ അറിഞ്ഞുകൂടാ. ഏതു വിധത്തിലും അവരുടെയെല്ലാം ഉദ്ഭവസ്ഥാനം ഞാനാണ്. ഭാവാർത്ഥം. ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമപുരുഷൻ. അദ്ദേഹത്തെക്കാൾ ശ്രേഷ്ഠനായി ആരുമില്ല. കാരണങ്ങൾക്കും കാരണഭൂതനാണ് കൃഷ്ണൻ. താൻ ദേവന്മാരുടെയും ഋഷികളുടെയും ഉത്പത്തി സ്ഥാനമാണെന്ന് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നു. ഈ ദേവന്മാർക്കോ മഹർഷികൾക്കോ പോലും ഭഗവാനെയോ ഭഗവൻ നാമത്തെയോ ആ വ്യക്തിത്തെയോ ശരിക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ചെറിയ ഭൂലോകത്തിലെ പണ്ഡിതന്മാരെന്ന് വിളിക്കപ്പെടുന്നവർക്ക് എന്തറിയാനാണ്? ഈ ദേവാദിദേവൻ ഒരു സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ ഭൂമിയിൽ വന്ന അസാമാന്യങ്ങളും അത്ഭുതാവഹങ്ങളുമായ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനെന്ന് ആർക്കും അറിയില്ല. കൃഷ്ണനെ അറിയുന്നതിന് പാണ്ഡിത്യം അത്യാവശ്യമായ ഒന്നല്ലെന്ന് ഒരാൾ അറിയണം. ദേവന്മാരും ഋഷികളും മാനസിക ഗവേഷണങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവർക്കതിന് സാധിച്ചിട്ടില്ല. ദേവശ്രേഷ്ഠന്മാർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. അപൂർണങ്ങളായ സ്ഥൂലേന്ദ്രിയങ്ങളുടെ കഴിവിൽ ഒതുങ്ങുന്നിടത്തോളം അവർക്ക് ഗവേഷണം നടത്തി അവ്യക്തഗതവാദം എന്ന വിരുദ്ധ നിഗമനത്തിൽ എത്തിച്ചേരാം. എന്തെന്നാൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ആവിഷ്കരിക്കപ്പെടാത്തതാണല്ലോ ഈ അവ്യക്തഗത ഭാവം. അല്ലെങ്കിൽ അവർ മാനസികങ്ങളായ ഊഹോപോഹത്തിലൂടെ എന്തെങ്കിലും സങ്കല്പിക്കും. ഇങ്ങനെയുള്ള അബദ്ധ ജടിലങ്ങളായ ഊഹോപോഹങ്ങളാൽ ആർക്കും കൃഷ്ണനെ അറിയാൻ സാധ്യമല്ല. പരമസത്യത്തിൽ ജിജ്ഞാസയുള്ളവരോട് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നു, ശ്രീ ഭഗവാനായ ഞാൻ ഇവിടെ ഉണ്ട്. ഞാനാണ് ആ പരമ ദിവ്യോത്തമ പുരുഷൻ. ഇത് അറിയേണ്ടതാണ്. അചിന്ത്യനായ ഭഗവാന്റെ സാകാര സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. ഭഗവത്ഗീതയിലും ഭാഗവതത്തിലുമുള്ള ഭഗവത് സൂക്തങ്ങൾ പഠിച്ചാൽ മാത്രം മതി ആ സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനെ കുറിച്ച് അറിയുവാൻ. എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് അഥവാ നിരാകാര ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന ആശയത്തിൽ എത്തിച്ചേരുന്നവർ കൃഷ്ണന്റെ അധമ പ്രകൃതി, അതായത് ഭൗതിക പ്രകൃതിക്ക് അടിമപ്പെട്ടവരാണ്. അതീന്ദ്രിയ അവസ്ഥയിലല്ലാതെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയില്ല. കൃഷ്ണനെ തന്റെ യഥാർത്ഥ അവസ്ഥയിൽ മനസ്സിലാക്കാൻ പലർക്കും കഴിവില്ല. അതിനാൽ അവിടുത്തെ അഹൈതുകമായ കാരുണ്യത്താൽ ഭഗവാൻ അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി അവതരിക്കുന്നു. ഭഗവാന്റെ അസാധാരണ പ്രവർത്തികൾ കണ്ടിട്ടുകൂടി ഭൗതിക ശക്തിയുടെ മാലിന്യം ബാധിച്ച ഈ ഓഹോബോഹ കടുക്കൾ അവ്യക്തഗത ബ്രഹ്മമാണ് പരമോന്നതമെന്ന് ചിന്തിക്കുന്നു. സർവസ്വവും ഭഗവാന് സമർപ്പിച്ച ഭക്തന്മാർക്ക് മാത്രമേ അവിടുത്തെ കരുണയാൽ കൃഷ്ണന്റെ യാഥാർത്ഥ്യം അറിയുവാൻ കഴിയൂ. ഇവരാകട്ടെ ഈശ്വരന്റെ നിരാകാര ബ്രഹ്മഭാവത്തെ പറ്റി ചിന്തിക്കാറില്ല. ഭഗവാന് സ്വാത്മാർപ്പണം ചെയ്യാനാണ് ഭക്തിവിശ്വാസങ്ങൾ അവരെ പ്രേരിപ്പിക്കുന്നത്. കൃഷ്ണന്റെ അഹൈതുകമായ കരുണ മൂലം അവർക്ക് അദ്ദേഹം സുഗ്രാഹ്യനാകുന്നു. മറ്റാർക്കും ഇത് സാധ്യമല്ല. ഇത് മഹർഷിമാരും സമ്മതിക്കുന്നുണ്ട്. എന്താണ് ആത്മാവ്? പരമപദം എന്താണ്? ഇത് നാം അറിയണം. ആ പരമപുരുഷനെയാണ് നാം ആരാധിക്കേണ്ടത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സഞ്ജീവനി മാതാജി. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് കൃഷ്ണതത്വത്തിനെ കുറിച്ചാണ്. കൃഷ്ണതത്വം എത്രത്തോളം രഹസ്യമാണ് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഭഗവാൻ തന്നെ പറയുന്നു,
നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയ. കൃഷ്ണതത്വം ദേവന്മാർക്കോ മഹർഷിമാർക്കോ അറിയുകയില്ല എന്ന് പറയും. ഭഗവത്ഗീതയിൽ 3 തത്വങ്ങളെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ആത്മതത്വം, പരമാത്മതത്വം, അതേപോലെ കൃഷ്ണതത്വം. ആത്മതത്വം രഹസ്യമാണ്, പരമാത്മതത്വം രഹസ്യതരമാണ്, കൃഷ്ണതത്വം രഹസ്യതമമാണ്, ഏറ്റവും രഹസ്യമാണ്. അല്ല, അതാണ് 9ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ഇത് ഗുഹ്യതമം ശാസ്ത്രം. ഗുഹ്യതമമാണ് കൃഷ്ണതത്വം. അപ്പൊ ഭഗവാന്റെ ഭക്തി, ഭഗവാന്റെ വ്യക്തിത്വം, ഭഗവാന്റെ വിഭൂതികൾ, കൃഷ്ണനെ സംബന്ധിച്ച നേരിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ആത്മതത്വം പിന്നെയും ആളുകൾക്ക് മനസ്സിലാവും. ഞാൻ ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള കാര്യം കുറച്ചൊരു ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. ശരീരം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ മാറുന്നില്ല. അപ്പൊ ഞാൻ മാറാത്ത വ്യക്തിയാണ്. ശരീരം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കുന്നില്ല, ശരീരത്തിന്റെ മാറ്റം അനുസരിച്ച് എനിക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം കുറച്ച് ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. അതാണ് ആത്മതത്വം. ഞാൻ ശരീരം നശിച്ചു കഴിഞ്ഞാലും ഞാൻ നശിക്കുന്നില്ല, ഞാൻ നശിക്കാത്ത ജീവാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നതാണ്. അത് രഹസ്യമാണ്. അതും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരുപാട് ആളുകളാണ്. അതുകൊണ്ട് അത് രഹസ്യമാണ്. ഇനി അതിലും ഉപരിയാണ് പരമാത്മതത്വം. ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ചില ആളുകൾ വിചാരിക്കുന്നത്, ചില മതവിഭാഗക്കാർ വിചാരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ മാത്രമേ ആത്മാവുള്ളൂ അല്ലെങ്കിൽ പരമാത്മാവുള്ളൂ എന്നാണ് അവർ വിചാരിക്കുന്നത്. ബാക്കി ഒരു ജീവിക്കും ആത്മാവില്ല എന്നൊക്കെ വിചാരിക്കുന്ന മതവിഭാഗങ്ങളുണ്ട്. പരമാത്മതത്വം കൂടുതൽ രഹസ്യമാണ്. അതിന് യോഗ പദ്ധതി ആവശ്യമാണ്. യോഗ പദ്ധതിയിലൂടെ, അഷ്ടാംഗ യോഗയിലൂടെയാണ് നമ്മൾ പരമാത്മതത്വത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇനി അതിലും ഏറ്റവും ഉപരി, ഏറ്റവും രഹസ്യമാണ് കൃഷ്ണതത്വം എന്ന് പറയുന്നത്. ആ കൃഷ്ണതത്വം ഭക്തി സേവനത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജ്ഞാനമാർഗത്തിലൂടെയോ യോഗമാർഗത്തിലൂടെയോ സഞ്ചരിച്ചത് കൊണ്ട് നമ്മൾക്ക് കൃഷ്ണതത്വത്തിലെത്താൻ സാധിക്കില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഭക്ത്യാമാം അഭിജാനാതി, ഭഗവാൻ പറയുന്നത്. ഭക്തി കൊണ്ട് മാത്രമേ, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനമാണ്. സേവനം ചെയ്യാതെ കൃഷ്ണതത്വത്തിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരേ ഒരു വഴി ഭഗവാനിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ്. കാരണം ഭഗവാന് മാത്രമേ കൃഷ്ണതത്വം അറിയുകയുള്ളൂ. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതിന് തുല്യമാണ് ഭഗവാന്റെ ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിൽ നിന്നും കേൾക്കുന്നത്. അങ്ങനെ ആധികാരികമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് ഉള്ള ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ഭഗവത്ഗീതയിൽ തന്നെ 4ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദു. ഗുരു പരമ്പരയിലൂടെ മാത്രമേ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള തത്വങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഗുരുപരമ്പരയുമായിട്ട് ബന്ധപ്പെടാതെ സ്വന്തം തപസ്യ, ജ്ഞാനം കൊണ്ടൊക്കെ ഉയർന്നിട്ടുള്ള മഹർഷിമാർ അല്ലെങ്കിൽ സാത്വികഗുണത്തിലുള്ള ദേവന്മാർ, ഇവർക്കൊന്നും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. നമേ വിദു സുരഗണ പ്രഭവം ന മഹർഷയ. അപ്പോൾ പിന്നെ നമ്മൾ സാധാരണ ജനങ്ങൾ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത് എന്ന് ചർച്ച ചെയ്തത് കൊണ്ട് കാര്യമില്ല. കാരണം അവർ ഊഹങ്ങളാണ് പറയുന്നത്. ഊഹങ്ങൾ കൊണ്ട് ഒരിക്കലും ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നിവിടെ ഭഗവാൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അത്രയും രഹസ്യമാണ് ഭഗവാനെ കുറിച്ചുള്ള സത്യങ്ങൾ. അപ്പൊ അങ്ങനെ നമ്മൾ ഊഹങ്ങൾ ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങൾ പഠിച്ചത് കൊണ്ടോ നമ്മൾക്ക് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഭക്തന്മാരിൽ നിന്ന് കേൾക്കുന്നതിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്, ഗുരുപരമ്പരയുമായിട്ട് ബന്ധപ്പെടാതെ ഊഹാപോഹങ്ങൾ ചെയ്യുന്ന മഹർഷിമാർക്ക് അവസാനം എത്തിച്ചേരുന്നത് എന്ത് നിഗമനത്തിലാണ്? അവ്യക്തിഗത ബ്രഹ്മം എന്നുള്ള നിലവാരത്തിലാണ്. ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തി, പ്രപഞ്ചത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ എന്നാണ് അവര് എത്തിച്ചേരുന്ന അവസാനത്തെ പടി. ഈശ്വരനെ കുറിച്ചുള്ള അവരുടെ കൺസെപ്റ്റ് അതാണ്. അതെന്താണ്? അവർ സ്വന്തം ഊഹാപോഹങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഈശ്വരനെ കുറിച്ച്. അങ്ങനെ സ്വന്തം ഊഹാപോഹങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവസാനം എത്തുന്ന നിഗമനം ഇതാണ്: മുഴുവൻ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ശക്തിയാണ് ഈശ്വരൻ. അദ്ദേഹത്തിന് രൂപമുണ്ടെന്നോ അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ രൂപത്തിനെ കുറിച്ചോ അദ്ദേഹം ഒരു വ്യക്തിയാണെന്നോ അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശ്വരൻ ഒരു വ്യക്തിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് സാധിക്കില്ല. കാരണം ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായി വരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, ദേവന്മാർക്കോ മഹർഷിമാർക്കോ ഭഗവാന്റെ തത്വം, ഭഗവാന്റെ വ്യക്തിത്വം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. പക്ഷെ ഭഗവാൻ തന്നെ ഇവിടെ ഭഗവാന്റെ ഒരു തത്വം വെളിപ്പെടുത്തുന്നുണ്ട്. അഹം ആദിർഹി ദേവാനാം മഹർഷീണാം ച സർവശാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് എല്ലാ ദേവന്മാരുടെയും ഉറവിടം എന്ന് പറയും. അഹം ആദിർഹി ദേവാനാം, എല്ലാ ദേവന്മാരുടെയും എന്ന് പറയുന്ന സമയത്ത് എല്ലാ അവതാരങ്ങളുടെയും, എല്ലാ ഈശ്വര അവതാരങ്ങളുടെയും ഉറവിടം, ആദി, അതാരാണ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്, അല്ലെ? മഹാവിഷ്ണുവിന്റെ ആയാലും നാരായണ രൂപമായാലും എല്ലാ രൂപങ്ങളും ആരംഭിക്കുന്നത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്, ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് അഹം ആദിർഹി ദേവാന, എല്ലാ ദേവരൂപങ്ങളുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. അത് അടുത്ത അധ്യായത്തിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിശ്വരൂപത്തിൽ ഭഗവാൻ എല്ലാ ദേവീദേവന്മാരുടെയും രൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നാരായണ രൂപവും ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബ്രഹ്മാവിന്റെ രൂപം, ബ്രഹ്മാണമീശം കമലാസനസ്ഥം, ബ്രഹ്മാവ്, മഹാദേവൻ, അതേപോലെ പിന്നീട് നാരായണ രൂപം, ഇതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണനിൽ നിന്ന് ആവിർഭവിക്കുന്നതായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ വിഭൂതികത്തിൽ ഭഗവാൻ പറയുന്നതൊക്കെ അടുത്ത അധ്യായത്തിൽ ഭഗവാൻ പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഭഗവാന്റെ ഈശ്വരീയതയ്ക്കുള്ളൊരു തെളിവാണ്, അല്ലെ? സാധാരണ കലിയുഗത്തിൽ ഒരുപാട് ആളുകൾ ഈശ്വരനാണ് അല്ലെങ്കിൽ ഞാൻ അവതാരമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല തട്ടിപ്പുകളും നടത്തുന്നുണ്ട്. അവരോട് നമ്മൾക്ക് ഈശ്വരനാണ് എന്ന് തെളിയിക്കാൻ എന്നതിനു വേണ്ടി ചോദിക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? അവരോട് വിശ്വരൂപം കാണിക്കാൻ പറയണം. നിങ്ങൾ വിശ്വരൂപം കാണിക്കും, നിങ്ങൾ ഈശ്വരന്റെ അവതാരമാണെങ്കിൽ നിങ്ങൾ വിശ്വരൂപം കാണിച്ചാൽ മതി. അർജുനൻ ചോദിച്ച ഉടനെ തന്നെ ഭഗവാൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈശ്വരനാണോ അല്ലയോ എന്നറിയുന്നതിനുള്ളൊരു മാർഗമാണ്. അല്ലാത്തവരെ നമ്മൾ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു അഹം ആദിർഹി ദേവാനാം, എല്ലാ ഈശ്വരന്മാരുടെയും എല്ലാ ദേവന്മാരുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. ഭാഗവതത്തിലും ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1-ാമത്തെ സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. വ്യാസദേവൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലം ലോകെ മൃഡയന്തി യുഗേ യുഗേ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നാണ് പറയുന്നത്. ഏതേജാംശകല പുംസ, ബാക്കിയുള്ളതൊക്കെ എന്താണ്? ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ ഭഗവാന്റെ അംശമായിരിക്കാം, അല്ലെങ്കിൽ അംശത്തിന്റെ അംശം, കലയായിരിക്കാം. ഏതേച്ച അംശ കല പുംസ എന്നാണ് പറയുന്നത്. എല്ലാ അവതാരങ്ങളും ഒന്നുകിൽ ഭഗവാന്റെ നേരിട്ടുള്ള അംശമായിരിക്കാം, അല്ലെങ്കിൽ അംശത്തിന്റെ അംശമായിരിക്കാം. അംശത്തിന്റെ അംശത്തിനെയാണ് കല എന്ന് പറയുന്നത്. രാമാദിമൂർത്തിഷു കല എന്ന് പറയുന്നുണ്ട് ബ്രഹ്മസംഹിതയിൽ. ശ്രീരാമചന്ദ്ര ഭഗവാൻ പോലെയുള്ള കലാവിശേഷം ഭഗവാന്റെ അംശത്തിന്റെ അംശമാണ് വ്യത്യസ്തമായിട്ടുള്ള അവതാരങ്ങൾ. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വ്യാസദേവൻ എടുത്ത് പറയുന്നുണ്ട്. അതാണ് കൃഷ്ണതത്വത്തിന്റെ പ്രത്യേകത. ഏതേജാംശകല പുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണൻ എന്ന് പറയുന്നത് സ്വയം ഭഗവാൻ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് വന്നിട്ടുള്ളതാണ്. അദ്ദേഹം ഒരു അവതാരം പോലുമല്ല. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ ഒരു അവതാരം പോലും അല്ല എന്നുള്ളതാണ്. ഭഗവാൻ ആരാണ്? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് ഭാഗവതത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹം സ്വയം ഭഗവാനാണ്. എല്ലാ അവതാരങ്ങളുടെയും
ഉറവിടമാണ് ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ അവതാരി എന്നും പറയുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ അവതാരമാണ്. പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ്? അവതാരി, എല്ലാ അവതാരങ്ങളുടെയും ഉറവിടമാണ് എന്ന് ഭാഗവതത്തിൽ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ ഭാഗവതം പഠിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ആളുകൾ ഇതേപോലെ ഗുരുപരമ്പരയിൽ നിന്ന് കേൾക്കാത്തത് കൊണ്ട് അവരും ഈ കാര്യമൊന്നും പറയുന്നില്ല. ഇവിടെയും ഭഗവാൻ പറയുന്നു, അഹം ആദിർഹി ദേവാനാം, എല്ലാ രൂപങ്ങളുടെയും എല്ലാ ദേവരൂപങ്ങളുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണെന്ന് പറയുന്നു. മഹർഷീണാം ച സർവശ, എല്ലാ മഹർഷിമാരുടെയും, ആദ്യത്തെ മഹർഷിമാര് ഭൃഗുമുനി തുടങ്ങിയിട്ടുള്ള മഹർഷിമാര്, സപ്തഋഷിമാര്, ഇവരൊക്കെ ബ്രഹ്മാവിന്റെ ആദ്യത്തെ സൃഷ്ടികളാണ്. ഇവരൊക്കെ ഭഗവാനിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളവരാണ് എന്നിവിടെ ഭഗവാൻ എടുത്തു പറയും. അപ്പൊ ഇങ്ങനെ ഭഗവാനെ എല്ലാറ്റിന്റെയും ഉറവിടമായി മനസ്സിലാക്കുന്നത് അതീവ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണനെ എല്ലാറ്റിന്റെയും ഉറവിടമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പാപങ്ങളും ഇല്ലാതാകും എന്ന് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യോ മാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ഭഗവാൻ ശ്രീകൃഷ്ണനെ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്? യോ മാം അജം അനാദിം ച വേത്തി ലോകമഹേശ്വരം അസമ്മൂഢ സമർത്ഥ്യേഷു സർവപാപൈ പ്രമുച്യതേ. ഭഗവാനെ എല്ലാറ്റിന്റെയും ഉറവിടമായിട്ടും ഇവിടെ ജനിക്കാത്തവനായിട്ടും എല്ലാ ലോകത്തിന്റെയും ഈശ്വരനായിട്ടും ആരാണോ മനസ്സിലാക്കുന്നത് ആ വ്യക്തി അസമ്മൂഢനായിട്ട് മാറും. എല്ലാ അജ്ഞാനവും അദ്ദേഹത്തിൽ നിന്ന് ഇല്ലാതെയാവും. സർവപാപൈ പ്രമുച്യത, എല്ലാവിധ പാപങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മുക്തി കിട്ടും. കൃഷ്ണതത്വം എന്ന് പറയുന്നത് അത്രയും ശക്തിമത്താണ്, അത്രയും പവിത്രമാണ്. കൃഷ്ണതത്വം മനസ്സിലാക്കിയ വ്യക്തിയുടെ എല്ലാ പാപങ്ങളും ആ കൃഷ്ണതത്വം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇല്ലാതാകുമെന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഭഗവാൻ എങ്ങനെ നമ്മൾ മനസ്സിലാക്കണമെന്ന് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം.